മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷത്തിന്റെയും പി.വി. അൻവറിന്റെയും പ്രചാരണം. മലപ്പുറത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ്. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ UDF ആണെങ്കിലും ശരി, പി.വി. അൻവർ ആണെങ്കിലും ശരി, രണ്ട് വിഷയങ്ങൾ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, ഒരു ദേശീയ മാധ്യമത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ പരാമർശം, അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം. ഇതിൽ ഇടതുപക്ഷത്തിന് ഈ വിഷയത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിൽ മറുപടി പറയുന്നുണ്ടോ? പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി എം സ്വരാജ്. ആര്യ, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടന്ന ദിവസമാണ് ഇന്ന് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിഷയങ്ങളും ചർച്ച ചെയ്തു പോയി. ഓരോ വിഷയങ്ങളും ഓരോ ദിവസം ചർച്ച ചെയ്യുകയാണ്. ആര്യടൻ ഷൗക്കത്തിന് ആദ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ജോയി വേണോ അതോ ഷൗക്കത്ത് വേണോ എന്നുള്ള ചർച്ചയായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നത്. അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് അൻവറിൻ്റെ ലാൻഡിംഗ് ആയിരുന്നു. അൻവർ UDF-ലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു. പാണക്കാട് കുടുംബം ഇന്നലത്തെ കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്നുള്ള ചർച്ച പിന്നീട് നടന്നു. പക്ഷേ ഇതൊക്കെ കഴിയുമ്പോഴും മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഒരു വിഷയം എന്നുള്ള തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS-ൻ്റെയും അടക്കം പരാമർശങ്ങൾ എടുത്തുപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു പൊളിറ്റിക്കൽ ലൈൻ മുന്നിലോട്ട് ഇടുകയാണ്. എന്തായാലും മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ നിലവിൽ എന്തായാലും CPM-നില്ല. ഈ വിഷയം സജീവ ചർച്ചയാക്കി നിർത്താം, ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി തന്നെ ഈ വിഷയം നിർത്താം എന്നുള്ളതാണ് UDF നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും VD സതീശൻ്റെ ഇന്നത്തെ പ്രതികരണം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊരു പുതിയ എന്തെങ്കിലും വിവാദം അല്ല. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി നൽകിയ, ഒരുപാട് ചർച്ച പോയ വിഷയമാണ്. ഹിന്ദു ദിനപത്രത്തിന് നൽകിയ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. പക്ഷേ അത് വീണ്ടും എടുത്ത് ഉപയോഗിക്കുകയാണ്. എന്തായാലും ആ വിഷയത്തിൽ സജീവമായ ചർച്ച മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൃത്യമായ കമ്മ്യൂണൽ വോട്ട് എന്ന് നമുക്ക് പറയാൻ പരുവത്തിനുള്ള അത്തരം ഒരു നീക്കം നടത്തുന്നോ എന്നൊരു സംശയം തോന്നുന്നു. UDF-ൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല LDF-ൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. ഈ മണ്ഡലത്തിൽ നിലമ്പൂരിൽ നിന്ന് ഈ രാഷ്ട്രീയ വിശകലനം നൽകിയത് നമുക്ക്.